എല്ലാ മലയാളികൾക്കും വീട് എന്നതൊരു ഇമോഷനാണ് അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്കൊക്കെ ഒരു വീട് വാങ്ങാൻ പറ്റുമോ എന്നൊരു അനാലിസിസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ പോസിറ്റീവ് ആവണമെന്നില്ല, പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില സത്യങ്ങളാണ്. ആൻഡ് സത്യത്തിൻ്റെ മുഖം ചിലപ്പോഴൊക്കെ വികൃതമാണ്. പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷനൊക്കെ ഉണ്ട്. അതും നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ പലരും പ്രതിവർഷം 20 ലക്ഷത്തിന് മുകളിലൊക്കെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ 20 ലക്ഷമൊക്കെ ഒരു വർഷം നമ്മൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ത്യയുടെ ടോപ്പ് 5% വരുമാനമുള്ള ആൾക്കാരുടെ ലിസ്റ്റിലാണ്. അപ്പോൾ ഇത്രയും ടോപ്പിലെത്തിയിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന നഗരത്തിൽ നമ്മൾക്കൊരു വീട് വാങ്ങാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവിശ്വസനീയമായിട്ടൊരു കാര്യമല്ലേ? ടോപ്പ് നഗരങ്ങളിലുള്ള എല്ലാ വർക്കിംഗ് എംപ്ലോയീസിൻ്റെയും അവസ്ഥ ഇതാണ്. വലിയ വലിയ പടുകൂട്ടൻ ഫ്ലാറ്റ്സ് നഗരങ്ങളിൽ വരുന്നുണ്ട്. ഒരുപാട് ലക്ഷറീസ് വാഗ്ദാനം ചെയ്യുന്ന പല അമ്യൂണിറ്റീസ് ലൈക്ക് ഇൻഫിനിറ്റി പൂള്, ഇറ്റാലിയൻ മാർബിൾസ് ഒക്കെ ഉള്ള ഫ്ലാറ്റ്സുകൾ, വില്ലാസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മിഡിൽ ക്ലാസ്സിന് അപ്രോച്ചബിൾ അല്ല. പെർ ഇയർ 20 lakhs വാങ്ങുന്ന ഒരാൾക്ക് ഇത് അപ്രോച്ചബിളേ അല്ല. മിഡിൽ ക്ലാസ് ആൾക്കാർ നഗരങ്ങൾ വിട്ട് ഔട്ട്സ്കേർട്സിൽ പോയിട്ട് ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ വീടൊക്കെ വാങ്ങേണ്ട അവസ്ഥയാണ്. അപ്പോൾ ലെജിറ്റിമേറ്റ് ആയിട്ട് നമ്മൾ ഈ വരുമാനം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്ന ഈ ഒരു പെർ ഇയർ 20 ലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ശമ്പളം വാങ്ങുന്നു വെച്ച് കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. നമ്മളത് ടോപ്പ് 5 എത്തിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഇത്തരം ഫ്ലാറ്റ്സ് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇത്തരം ഫ്ലാറ്റ്സ് പോയി വാങ്ങുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇത്തരം വീടുകൾ വാങ്ങുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം, ഉയർന്ന വരുമാനമുള്ള പല പ്രൊഫഷണൽസ്, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ബാങ്ക് മാനേജേഴ്സ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും അവർ വർക്ക് ചെയ്യുന്ന നഗരത്തിലൊരു വീട് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ആരാണ് ആ വീട് വാങ്ങുന്നത്? പക്ഷേ ഈ ഫ്ലാറ്റ്സൊക്കെ വിറ്റ് അഴിയുന്നുണ്ട്. എവിടെ ഫ്ലാറ്റ് വാങ്ങാൻ പോയാലും ടോപ്പ് ഫ്ലാറ്റ്സൊക്കെ ഓൾറെഡി വിറ്റ് കഴിഞ്ഞു അല്ലെ? നല്ല വ്യൂസൊക്കെ ഉള്ള ഫ്ലാറ്റ്സൊക്കെ വിറ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ പുതിയ പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് വേണമെന്ന് പറയുമ്പോൾ അവർ പറയും അത് ഓൾറെഡി ബുക്ക്ഡ് ആണ്, ഇത് ഓൾറെഡി ബുക്ക്ഡ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്താണെന്ന് അറിയാമോ? റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് മണീൻ്റെ ഒരു കലവറയാണ്. നമുക്കറിയാം നമ്മളുടെ എക്കണോമിയിൽ ബ്ലാക്ക് മണി ഉണ്ട് അല്ലേ? അതിൽ സംശയമൊന്നുമില്ല. എവിടെയാണ് ഈ ബ്ലാക്ക് മണി കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഗോൾഡ് വാങ്ങാൻ പറ്റുമോ? നമുക്ക് ബ്ലാക്ക് മണി എടുത്ത് ഗോൾഡ് വാങ്ങാൻ പോകാൻ പറ്റുമോ? ഇല്ല. 2 ലക്ഷത്തിന് മുകളിൽ ഗോൾഡ് വാങ്ങണമെങ്കിൽ നമ്മളെല്ലാം കാണിക്കണം, പാൻ കാർഡൊക്കെ കാണിക്കേണ്ടി വരും. സ്റ്റോക്സിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇടാൻ പറ്റുമോ ബ്ലാക്ക് മണി വൈറ്റ്? അത് മൊത്തം വൈറ്റാണ്. അവിടെ ഒരു പരിപാടിയും നടക്കില്ല. വേറെ എവിടെയാണ് നമുക്ക് ഈ ബ്ലാക്ക് മണി ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല ഈ ബ്ലാക്ക് മണി ഉള്ള ആൾക്കാർക്ക് എവിടെയാണ് ഇത് ഇടാൻ പറ്റുക? അതിന് ഏറ്റവും സാധ്യത ഇപ്പോൾ ഉള്ളത് റിയൽ എസ്റ്റേറ്റിലാണ്. അവിടെ ബ്ലാക്ക് ഇടാം. അവിടെ ക്യാഷ് ഡീലുകൾ നടക്കുന്നുണ്ട്, ബിനാമി ഇടപാടുകൾ നടക്കുന്നുണ്ട്, അണ്ടർ ദ ടേബിൾ പേയ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് മണി മൊത്തം ഈ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ്സിലോട്ടേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഡിമോണിറ്റൈസേഷൻ വന്നിട്ടും കർശനമായിട്ടുള്ള KYC നിയമങ്ങൾ വന്നിട്ടും റിയൽ എസ്റ്റേറ്റ് ബ്ലാക്ക് മണീൻ്റെ ഒരു വലിയൊരു ഓപ്ഷനായിട്ട് ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആയിട്ട് വാങ്ങുന്ന ആൾക്കാർക്ക് അവർക്കൊരു നെഗറ്റീവാണിത് അല്ലേ? അവർക്കത് ഒട്ടും യൂസ്ഫുൾ അല്ല. അതായത് ഈ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യാഷ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ പോലെയാണ് ഡെവലപ്പേഴ്സ് ഒക്കെ കാണുന്നത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, എന്തിനാണ് ഈ ലക്ഷറി പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ട് വലിയ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂള്, സ്മാർട്ട് ഹോംസ്, ഇങ്ങനെ പല പല അമ്യൂണിറ്റീസ് ഒക്കെ കൊണ്ടുവന്ന് വില ഇങ്ങനെ ഉയർത്തേണ്ട ആവശ്യം എന്താ? ഒരു സാധാരണക്കാരന് എന്തിനാണ് ഇത്രയും അമ്യൂണിറ്റീസ്? ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എപ്പോഴാണ് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുളിക്കുക? വല്ലപ്പോഴും ഒരു തവണ. അപ്പോൾ എല്ലാ അമ്യൂണിറ്റീസും തരുമ്പോൾ എന്താണ്? വില ഉയർത്താൻ പറ്റും. വില ഉയർത്തുമ്പോൾ ഇത് ആർക്കാണ് ആക്ച്വലി ഗുണമാവുന്നത്? ഈ ബ്ലാക്ക് ഇടാൻ വേണ്ടി റെഡി ആയിട്ടുള്ള കുറേ ക്യാഷ് റിച്ച് ആൾക്കാരാണ്, അവർക്കിത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ടാക്സ് നൽകുന്ന നമ്മൾ നിയമം പാലിക്കാത്ത ആൾക്കാരായിട്ട് മത്സരിക്കേണ്ടി വരുന്നു. ആൻഡ് ദറ്റ് സാഡസ്റ്റ് തിങ് ഈസ് നമ്മൾ തോറ്റു പോകുന്നു. നിയമം പാലിക്കാത്ത ആൾക്കാർ ജയിക്കുന്നു. ഇതൊരു എക്കണോമിക്സ് പ്രശ്നം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു ധാർമ്മികമായിട്ടുള്ള പ്രശ്നമാണ്. ഇറ്റ്സ് നോട്ട് ഫെയർ. നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു, സമ്പാദിക്കുന്നു, കഷ്ടപ്പെടുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന തൊട്ടടുത്ത് ഒരു വീട് വാങ്ങാൻ പറ്റുന്നില്ല, ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ എവിടെയോ പോയി ഫ്ലാറ്റ് വാങ്ങുന്നു, എത്രയോ ദൂരം ട്രാവൽ ചെയ്ത് ഓഫീസിലേക്ക് പോകുന്നു. അത് ഇറ്റ്സ് നോട്ട് ഫെയർ, റൈറ്റ്? നമ്മളുടെ വലിയൊരു അവസരമാണ് ഇത്തരം ഇടപാടുകളിൽ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത്. അതായത് ടാക്സ് അടക്കുന്ന എനിക്ക് ഒരു വീട് വാങ്ങാൻ പറ്റുന്നില്ല. ബ്ലാക്ക് മണി ഉള്ള ആൾക്കാർക്ക് ഇത്തരം അപ്പാർട്ട്മെൻറ്റ്സിൽ വാങ്ങുമ്പോൾ അവർക്കത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നു, അവർക്കത് കൂടുതൽ ലാഭം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ബ്ലാക്കിന് ഈസി ആയിട്ട് അവർക്ക് വൈറ്റ് ആക്കാൻ പറ്റും. ആൻഡ് നമുക്കറിയാം ഇന്ന് പല ലക്ഷറി ഫ്ലാറ്റ്സും പലതും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാനൊക്കെ ഫ്ലാറ്റ്സ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വലിയ വലിയ ഫ്ലാറ്റ്സിൽ ചില ഫ്ലാറ്റ്സൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവർ വാങ്ങി ഇട്ട് വെച്ചിട്ടുള്ളത്.
ഇറ്റ്സ് ക്ലിയർ ദാറ്റ് അവർ അവരുടെ ബ്ലാക്ക് വൈറ്റ് ആക്കി, അവർ വാങ്ങിയ പൈസനേക്കാളും കൂടുതൽ പൈസക്ക് അവർ വിറ്റിട്ട് അവർക്ക് കൂടുതൽ ലാഭം ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു. അപ്പോൾ ഈ സിസ്റ്റം തകർന്നിരിക്കുകയാണ്. ഈ സിസ്റ്റം പരിഹരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? ഒരു തലമുറ മുഴുവൻ വീട് ഉടമസ്ഥയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അതല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് പലർക്കും സ്വന്തമായിട്ടൊരു വീടില്ല, ഫ്ലാറ്റില്ല. നമ്മളുടെ സമ്പാദ്യം കൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും വാങ്ങിയേനെ. ഇപ്പം എന്തുകൊണ്ടാണ് എല്ലാവരും റെൻറ്റിനൊക്കെ പോയി നിൽക്കുന്നത്? അത്രയും വലിയൊരു എമൗണ്ടാണ് വീട് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരിക. ലോൺ ഇല്ലാണ്ട് ഒരു വീട് വാങ്ങുന്നത് ഇന്നത്തെ കാലത്ത് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? ഇതിനൊരു പരിഹാരം ഉണ്ടോ? പരിഹാരമുണ്ട്. റിയൽ എസ്റ്റേറ്റിനെ ഡിജിറ്റൽ യുഗത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ലൈക്ക് ബാങ്കിങ്, ടാക്സേഷനൊക്കെ പോലെ ഇതിനെയും ഡീറ്റെയിലൈസ് ചെയ്യണം. അപ്പോൾ ഡീറ്റെയിലൈസ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ക്യാഷ് ഡീല് നടക്കൂല, വിലക്ക് ഒരു നിയന്ത്രണം വരും, ഇങ്ങനെ തോന്നിയ പൈസ ഇടാൻ പറ്റില്ല. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടി ഇടപാടുകളും ഡിജിറ്റലായി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് കുറച്ച് പരിഹരിക്കാം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾക്ക് KYC ഉള്ള പോലെ റിയൽ എസ്റ്റേറ്റിന് ഒരു KYC ഒക്കെ കൊണ്ടുവരണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് പറയുമോ? ഇത് ഇങ്ങനെ ആക്കിയാലും സാധാരണ ആൾക്കാരെ അത് ബാധിക്കും. എങ്ങനെ ബാധിക്കും? ഇപ്പം ഇങ്ങനെ ഒരു ഡീറ്റെയിലൈസേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി വീട് വാങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ഉള്ളതോ അല്ലെങ്കിൽ വീട് ഇപ്പോൾ വാങ്ങി ബാങ്ക് ലോണൊക്കെ കൊടുത്ത് ഇപ്പോഴും പേ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ആ വീടുകളുടെ മൂല്യമൊക്കെ കുറയും, വീടുകളുടെ മൂല്യം കുറഞ്ഞു പോകും. അപ്പോൾ അതും ഇപ്പോൾ വാങ്ങിയ ആൾക്കാരെ അത് എഫക്റ്റ് ചെയ്യും. അവരും കഷ്ടപ്പെട്ട് ഇതുപോലെ എല്ലാവരും ബ്ലാക്ക് മണി കൊടുത്തിട്ടല്ലല്ലോ വാങ്ങുന്നത്. സാധാരണക്കാരൻ എന്ത് ചെയ്യും? ബ്ലാക്ക് മണി കൊടുത്ത് വാങ്ങി പൈസ ഉണ്ടാക്കുന്നവർ ഒരു സൈഡ്, പക്ഷെ സാധാരണക്കാരന് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ബാങ്ക് ലോൺ എടുത്ത് വീട് വാങ്ങി അതിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വീടിൻ്റെ മൂല്യം കുറയും. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം ഈ ഒരു പ്രശ്നം. ദിസ് ഇസ് നോട്ട് ഫെയർ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതായത് വീട് എന്ന് പറയുന്നത് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്, അല്ലാണ്ട് ബ്ലാക്ക് മണി മറയ്ക്കാൻ വേണ്ടിയിട്ടല്ല അപ്പാർട്ട്മെൻറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഒരു വീട് വാങ്ങാനുള്ള സ്വപ്നം ലെജിറ്റിമേറ്റ് വരുമാനമുള്ളവർക്ക് അസാധ്യമാകരുത്, അവർക്ക് സാധിക്കണം. എല്ലാവർക്കും ന്യായമായിട്ട് വീട് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാർക്കറ്റ് സൃഷ്ടിക്കപ്പെടണം. ഇപ്പോൾ ഇവിടെ സാധാരണക്കാരൻ ഫ്ലാറ്റ് വാങ്ങാൻ പോയാലും അവിടെയും അവർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അവരോട് ചിലപ്പം ഇവർ ഡെവലപ്പേഴ്സ് ക്യാഷ് ചോദിക്കും. അതായത് വൈറ്റ് എടുത്ത് പോകുന്നവരുടെ അടുത്ത് പോയിട്ട് നീ അത് ബ്ലാക്ക് ആക്കിയിട്ട് എനിക്ക് താ, അപ്പം ഞാൻ നിനക്ക് കുറച്ച് പൈസ കുറച്ച് തരാമെന്ന് പറയുമ്പോൾ ഇവർ ഫോഴ്സ് ടു മേക്ക് വൈറ്റ് ടു ബ്ലാക്ക്. അപ്പോൾ ബ്ലാക്ക് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ കുറച്ച് പൈസ കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇവരെ വൈറ്റിനെ ബ്ലാക്ക് ആക്കുകയാണ്. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളെപ്പോലെ ലെജിറ്റിമേറ്റ് ആയിട്ട് ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാവണം. അവർക്ക് റിയൽ എസ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് അപ്പാർട്ട്മെന്റ്സ്? ഇറ്റ്സ് ജസ്റ്റ് ടു ഹൈഡ് ബ്ലാക്ക് മണി. സോ ഇറ്റ്സ് ദ ടൈം ടു ഫിക്സ് ദിസ്, അല്ലേ? വീട് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ്, ഒരു ജെന്യൂൻ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾക്കറിയാം, ഇന്ന് നമ്മൾ വലിയ ലോണൊക്കെ എടുത്ത് വീട് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു നിർബന്ധമില്ല. അത്രക്കും വലിയ പൈസക്കാണ് വീടൊക്കെ വെക്കുന്നത്. സിറ്റിയിലൊക്കെ ഉള്ള ഫ്ലാറ്റ്സൊക്കെ അത്രയും പൈസ കൂട്ടിയിട്ടാണ് വെക്കുന്നത്. അതിൽ നിന്ന് നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കിട്ടാനില്ല സാധാരണക്കാരന്. അതൊക്കെ ഈ ടാക്സ് ഇവേഷൻ ചെയ്യുന്ന ആൾക്കാർക്കും ബ്ലാക്ക് ഇതാക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. പക്ഷെ അതങ്ങനെയല്ലല്ലോ വേണ്ടത്. അപ്പം ഈ ഒരു കാര്യം നമ്മളത് ഇതാണ് സത്യം, ഇതാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് പല ഫ്ലാറ്റ്സിനും വലിയ പൈസയൊക്കെ നമ്മൾ കാണുന്നത്. പല ഫ്ലാറ്റ്സും ലക്ഷറി ഫ്ലാറ്റ്സും അതായത് വാങ്ങിയ ഫ്ലാറ്റ്സ് ഒഴിഞ്ഞ് കിടക്കുന്നത് നമ്മൾ കാണുന്നത്. പല ഫ്ലാറ്റ്സും നേരത്തെ ബുക്ക് ചെയ്യപ്പെടുന്നതും നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ ഈ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പം ഇതിന് പ്രോപ്പറായിട്ടൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തന്നെ ഇടപെടണം. ഇത് നമ്മളുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഫ്യൂച്ചറിൽ ഗവൺമെൻറ് ഇടപെട്ട് ഇത് ശരിയാക്കുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താ? നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ പൈസ ക്രിയേറ്റ് ചെയ്യുക. വീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പൈസ ഉണ്ടാക്കണം. വേറെ വഴി നമ്മളെ മുമ്പിലില്ല. ഈ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുക. ഗവൺമെൻറ് ഇത് ഇടപെട്ട് ശരിയാക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രത്യാശിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ വേറെ വശങ്ങളുണ്ട്. റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് അത് വേറെ വലിയ ആൾക്കാരുടെ കളികളാണ് എന്നൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വീട് എന്ന സ്വപ്നത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിതൊരു ഇതൊരു നെഗറ്റീവായിട്ട് തോന്നാൻ വേണ്ടി പറഞ്ഞതല്ല. ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. ആൻഡ് ഇതൊക്കെ മാർക്കറ്റിൽ നടക്കുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട് എന്ന സ്വപ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടക്കട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ.